എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജന്മ ഉദ്ദേശമാണ്. നമ്മളെല്ലാവർക്കും ജന്മത്തിന് ഓരോ കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഞാനിവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ടൊന്ന് ധ്യാനിക്കുക. നമ്മളുടെ ഈ ഒരു ഉദ്ദേശം, അതായത് നമ്മളുടെ ജന്മ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ദീർഘനേരം ഇരിക്കുന്ന മെഡിറ്റേഷൻ അല്ല. ഈ ഒരു തോട്ട് വെച്ചുകൊണ്ട് പൂർണ്ണമായും ആ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ മനസ്സർപ്പിച്ച് 3 പ്രാവശ്യം ഒന്ന് ദീർഘമായി ശ്വസിച്ച് നിങ്ങൾക്ക് മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. പക്ഷേ നമ്മൾ ബ്രീത്തിങ് സാധാരണ രീതിയിൽ തന്നെ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം 3 പ്രാവശ്യം എടുത്തതിന് ശേഷം കാർഡ്സിലേക്ക് നോക്കുമ്പോൾ ഏത് കാർഡാണോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം, അതായത് 3 സെക്കൻഡോ 4 സെക്കൻഡോ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ കാർഡിൻ്റെ റീഡിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് നമ്മളുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ എന്താണ് ജന്മോദ്ദേശം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ റീഡിംഗ് എടുത്തതിന് ശേഷം, നിങ്ങൾ ഈ പൈൽ എടുത്തതിന് ശേഷം റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർക്ക് ജസ്റ്റ് അത് കാണാം. ഒരു പക്ഷേ അടുത്ത റീഡിംഗ് നിങ്ങൾക്കുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ റീഡിങ്ങും ഏതെങ്കിലും ഒരു സമയത്ത് അത് വരുന്നതായിരിക്കും. നമുക്ക് 4 കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റീഡിംഗ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്ങിൻ്റെ ഫസ്റ്റത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ അധികം വെൽത്തുള്ള അല്ലെങ്കിൽ പണമുള്ള ഒരു നല്ല പൈസയുള്ളൊരു വീട്ടിൽ ജനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഉന്നത കുലജാതനോ അല്ലെങ്കിൽ ഉന്നത കുലജാതയോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിസിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്തായിരുന്നോ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്സിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പിന്നെയും ഒരു ലൈഫ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. കുറേ അധികം കാര്യങ്ങൾ, അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികൾക്കും പരിഹാരം ആവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു ലൈഫിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഈ ലൈഫിൽ നിങ്ങൾ പല സമയങ്ങളിലായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ അടുത്ത് നിങ്ങളൊരു പക്ഷേ ആ ആൾക്കാരുടെ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് തിരിച്ചടികളും നേരിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് കർമ്മയാണ്. നിങ്ങൾ മുൻ ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാം ഒരു സൈക്കിൾ പോലെ തിരിച്ചു വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലൈഫിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനിയും അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കുറേ പേർക്കൊക്കെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം, നിങ്ങൾ കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ചില വിശ്വാസങ്ങളും ചില നിങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും യൂണിവേഴ്സിന് അഗെയിൻസ്റ്റ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ കുറേ പേർക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേ പേർക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി വന്നിട്ടില്ല.
വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ലൈഫായിരുന്നു നിങ്ങളുടെ. അപ്പോൾ ആ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലേക്ക് വരേണ്ടി വന്നത്. കാരണം നമ്മളെപ്പോഴും പണമില്ലാത്ത സമയത്ത് നമ്മളുടെ ആഗ്രഹം പണക്കാരനാവുക എന്നുള്ളതായിരിക്കും. ഹെൽത്ത് ഇല്ലാത്ത സമയത്ത് എങ്ങനെയെങ്കിലും ഹെൽത്തി ആവുക എന്നുള്ളതായിരിക്കും. ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എപ്പോഴും നമ്മുടെ ആഗ്രഹം നന്നായി പഠിക്കുന്ന കുട്ടികളെ പോലെ ആവണം എന്നായിരിക്കും. സ്പോർട്സിൽ നമുക്ക് അങ്ങനെ തിളങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു സ്പോർട്സുകാരനോ കാര്യമോ ആയിരിക്കണമെന്ന് ആവും നമ്മളുടെ ആഗ്രഹം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്റ്റാർ ആവാനുള്ള സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ ലൈഫിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരുന്നെങ്കിലും കുറച്ചും കൂടെ കാലത്തിന് ശേഷം ഈ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച മാതിരി എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൊന്നാവുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇനി കുറേ പേർക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ള ലൈഫായിരുന്നു കഴിഞ്ഞ ലൈഫ്. എപ്പോഴും തെറ്റിദ്ധാരണകളും, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ ഭാര്യയുടെ കയ്യിൽ നിന്നോ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ നിന്നും സ്നേഹം കിട്ടാതെ അവർ ഉപേക്ഷിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ലൈഫായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ലൈഫ്. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്നുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും കൂട്ടായിട്ടുണ്ടാവും. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാവും. വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. നൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവരും നിറയെ സുഹൃത്തുക്കളായിരിക്കും. കാരണം കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾക്ക് ഇല്ലാതെ പോയത് സ്നേഹമായിരുന്നു. ആ സ്നേഹം നിങ്ങൾക്ക് ഈ ലൈഫിൽ കിട്ടുമെന്നാണ് മനസ്സിലാവുന്നത്. ഇനി ഈ ഒരു കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ ലൈഫിൽ. പക്ഷേ എപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുള്ളിൽ അതൊരു ലോൺലിനെസ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ഒരു പക്ഷെ നിങ്ങൾ സ്നേഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കഴിഞ്ഞ ലൈഫിൽ കല്യാണം കഴിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ലൈഫിൽ പൂർണ്ണമായും നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും ഒരു പൂർണ്ണത വന്നിട്ടില്ല, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈഫിൽ മെയിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റൈറ്റ് പാർട്ട്ണറിന് വേണ്ടിയിട്ടായിരിക്കും. കുറേ പേർക്ക് ഒരു പക്ഷേ ഓൾറെഡി ആ പാർട്ട്ണർ വന്നിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് നിങ്ങൾ വെയിറ്റിങ്ങിലായിരിക്കും ആ പാർട്ട്ണർ എപ്പോൾ കിട്ടുമെന്ന്. ആ ഒരു പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്നിക്കുന്ന വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പൂർണ്ണത അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പാലെടുത്തിരിക്കുന്നവർക്കുള്ള മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് പാലെടുത്ത് നോക്കാം എന്താണ് മെസ്സേജ് എന്ന്. അപ്പോൾ ഫസ്റ്റത്തെ കാർഡെന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഒരു അധ്വാനിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പൈലിൽ ഈ ഒരു കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മെസ്സേജ് എന്ന് പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ ലൈഫിൽ. ഒരുപാട് നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർ. എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് പൈസ കിട്ടാത്ത സിറ്റുവേഷനായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്ത ആൾക്കാരായിരിക്കും. അതല്ലെങ്കിൽ ഒരു രാജാവിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും മിലിറ്ററി സർവീസോ അങ്ങനെ എന്തെങ്കിലും വേറെ ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുകയും അതുകൊണ്ട് തന്നെ പൈസ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വളരെയധികം ഹാർഡ് വർക്കിങ്ങും ഹെൽപ്പിങ്ങും കെയറിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യത്തിനും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കും. പലരും വിചാരിക്കും ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ബ്ലെസ്സിങ് കിട്ടുന്നത്, എന്ത് ചെയ്തിട്ടാണ്, ഒന്നും ചെയ്യാതെ തന്നെ ഇവർക്കെല്ലാം നടക്കുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് വളരെയധികം ഭാഗ്യം ഈ ഒരു ലൈഫിൽ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ജനിച്ചതിന് കാരണം നിങ്ങൾ കഴിഞ്ഞ ലൈഫിൽ ചെയ്തതിന് നിങ്ങൾക്കൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് റിട്ടേൺസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാം തിരിച്ചു വരുന്ന ഒരു സമയമാണ്. പൈസയായിട്ടും സ്നേഹമായിട്ടും
കെയർ ആയിട്ടും ഫ്രണ്ട്ഷിപ്സ് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് വരുന്ന ഒരു ടൈമാണ് ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഈ കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ കഴിഞ്ഞ ലൈഫിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് വഴക്കോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, അതൊരു പക്ഷേ ഭാര്യ ഭർത്താവ് തമ്മിലായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ സമയത്ത് അതായത് ഇതിൽ മിലിറ്ററി സർവീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കർമ്മകൾ നിങ്ങളുടെ ലൈഫിൽ ബാക്കിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും പകരമായിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് പോകുന്നിടത്ത് മുഴുവനും ഫൈറ്റോ അതല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ആൾക്കാരൊക്കെ നിങ്ങളോട് ശത്രുത കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു ലൈഫിൽ. ഈവൻ ഭാര്യയായാലും ഭർത്താവായാലും നിങ്ങളോട് അത്ര നന്നായി സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. കുറേ പേർക്ക് ഡിവോഴ്സ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ പേർ ഡിവോഴ്സിൻ്റെ വക്കീലായിരിക്കും. ഇനിയിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ എത്ര റിലേഷൻഷിപ്പ് വന്നാലും പിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. കാരണം ഈ ഒരു ലൈഫിൽ നിങ്ങൾ കഴിഞ്ഞ ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങൾക്കും പകരമായിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ കഴിഞ്ഞ ഒരു ലൈഫിൽ വളരെ നല്ല ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ നിങ്ങൾക്കത് അങ്ങോട്ട് നല്ല ഒരു രീതിയിൽ ഭരിക്കാനോ അതല്ലെങ്കിൽ ഫ്രൂട്ട്ഫുള്ളായിട്ടൊരു ഇയേഴ്സ് കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അന്ന് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾക്ക് പകരമായിട്ട് ഈ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റും നിങ്ങൾ ലീഡർഷിപ്പ് പൊസിഷനിൽ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. ഒരു ഗോഡ് ഫാദർമാർ നിങ്ങൾ എവിടെ പോയാലും ഒരാളോ അല്ലെങ്കിൽ വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടത്തിലുള്ള ആൾക്കാരോ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ആൾക്കാരുണ്ടാവും. കാരണം കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ അത്രയ്ക്കും നന്മയുള്ളൊരു വ്യക്തിയായിരുന്നു. വളരെ നല്ല എന്താ പറയുക ബന്ധുബലോ അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാനായിട്ട് റെഡിയായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം മുഴുവനും, കാരണം അന്ന് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ലൈഫിൽ നിങ്ങൾ കാണും. അവരൊക്കെ നിങ്ങളെ ചുറ്റുവട്ടത്തൊക്കെ കാണും. നൈബേഴ്സായിട്ടും ഫ്രണ്ട്സായിട്ടും കലീഗ്സായിട്ടും നിങ്ങളുടെ റിലേറ്റീവ്സായിട്ടൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പൈൽ എടുത്തിട്ടുള്ളവർക്കൊക്കെ ഞങ്ങൾ 3 ടൈപ്പ് ഓഫ് കാർഡ്സാണ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് പൈൽ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള മെസ്സേജ്, നിങ്ങൾ കഴിഞ്ഞൊരു ലൈഫിൽ വളരെയധികം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം മുഴുവൻ നിങ്ങൾക്ക് ഈ ലൈഫിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ കുറേ പേരൊക്കെ. അവരെപ്പോഴും ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ പാറിപ്പാൻ നടക്കാമെന്ന് പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ ലൈഫിൽ. അതിൽ നിങ്ങളുടെ ഈ ലൈഫിലുള്ള വീട്ടുകാരും നിങ്ങളുടെ എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് സപ്പോർട്ടാണ്. സോളോ ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മുഴുവനും പാറിപ്പറന്ന് നടക്കുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ലൈഫിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ്. ഇനി സെക്കൻഡ് കാർഡ് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് പേരുടെ ലൈഫിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക, ഒരു ഫ്രീ വിൽ, അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നടത്താതെ ഇരിക്കുകയും അതുപോലെ അവരുടെ ഉള്ളിൽ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങളും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ അറിയാത്ത ആൾക്കാർ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ഒരു ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്താലും ഇഷ്യൂസാണ്, ഒന്നും സെറ്റായിട്ട് വരുന്നില്ല, ആകെ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. അതിന് മെയിനായിട്ടുള്ള കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കുറേ പേരുടെ ലൈഫിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുകയും സമാധാനപൂർണ്ണമായ ലൈഫ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പലർക്കും ജീവിക്കാനുള്ള സിറ്റുവേഷൻ വരെ നിങ്ങൾ കൊടുത്തിട്ടില്ല. ഭക്ഷണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തുള്ള വീട്ടുകാർക്ക് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അപ്പുറത്തെ വീട്ടിൽ കുടിവെള്ളം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ബേസിക് നീഡ്സ് വളരെയധികം കഷ്ടപ്പെട്ട് മാത്രം നേടുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതല്ലെങ്കിൽ അന്നുള്ള ആവശ്യത്തിനുള്ള ആഹാരവും വസ്ത്രവും പണവും മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത ഒരു സിറ്റുവേഷനാണ്. അത് ഇനിയും കുറേ കാലം കൂടെ പോവും. കാരണം കഴിഞ്ഞ ലൈഫിൽ അതിൻ്റെ ബാക്കിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ അറിയാത്ത ആൾക്കാർ നിങ്ങൾക്ക് നല്ല പോലെ പണി തരുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം ഇതാണ്. കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാണ് ഇവർ നിങ്ങളോട് എന്തെന്നറിയാതെ നമുക്ക് ചിലർക്ക് കാണുമ്പോൾ ദേഷ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു സഫറിങ് മുഴുവൻ കഴിയുന്നത് വരെയും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തതിന് ഈക്വലായിട്ടുള്ളൊരു സംഭവം വരുന്നത് വരെ ആ ഒരു ബുദ്ധിമുട്ടും വിഷമവും നമ്മൾ അനുഭവിച്ചേ പറ്റും. നമുക്ക് ലവേഴ്സ് കാർഡ് ഇൻവേർട്ടഡ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് സ്നേഹിച്ച വ്യക്തിനെ വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണം കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ ഇതുപോലെ വളരെയധികം തീക്ഷ്ണമായി പ്രണയിച്ചിരുന്ന ചില വ്യക്തികളെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കുന്നത്. അതെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാത്തതായിരിക്കാം, അതല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ആ ഒരു കാരണം കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ വേദനിപ്പിച്ച ആ വ്യക്തികളുടെ ആ ഒരു ശാപം, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ മനോവിഷമം നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തിയെ ഈ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.